ഞാൻ നന്ദു. ഒരു പാലക്കാടൻ ഉൾഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. ആൾക്ക് കൃഷിപ്പണിയാണ്. എൻ്റെ പഠിത്തത്തിലൊന്നും ആൾക്ക് വലുതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിക്കും. എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം. JEE അതിനായിട്ട് എഴുതുകയും ചെയ്തു. नहीं सर, मैं आपको इंजीनियरिंग नहीं पढ़ा रहा था सर. वो तो आप मुझसे बेहतर जानते हैं. പക്ഷെ ആദ്യ ചാൻസിൽ തന്നെ നൈസായിട്ട് പൊട്ടി. അതോടെ കോൺഫിഡൻസും പോയി. ഇപ്പം മൊത്തത്തിൽ കൺഫ്യൂഷൻ. അങ്ങനെ വരുമ്പോൾ നാട്ടു നടപ്പനുസരിച്ച് പിന്നെ കൂട്ടുകാർ പോണ വഴിയെ പോവുക എന്നാണല്ലോ. ഞാനും അത് തന്നെ ചെയ്തു. അതോടെ കൂടുതൽ കൺഫ്യൂഷനായി. നീ എങ്ങോട്ടാ? ഞാൻ ബാംഗ്ലൂര്. ഏത് കോഴ്സ്? കോഴ്സ് ഏതായാലും എന്താ നന്ദു, സ്ഥലം ബാംഗ്ലൂരല്ലേ. പബ്ബ്, പാർട്ടി, നൈറ്റ് ലൈഫ്. ബാസിയുടെ കാര്യം പിന്നെ പണ്ടേ അങ്ങനെ. അവനെന്നും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് താല്പര്യം. ഇനി മഹേഷിനോടൊന്ന് ചോദിച്ചാലോ? ഞാൻ ഉറപ്പിച്ചടാ, മഹാരാജാസ് BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ. അതിന് എനിക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറവല്ലേ? അതൊന്നും കുഴപ്പമില്ലടാ. നമ്മുടെ അമൽ നീരതും ആഷിഖ് കപൂറും അൻവർ റഷീദൊക്കെ പഠിച്ചിറങ്ങിയ ക്യാമ്പസ് അല്ലേ. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് നല്ല മഹാരാജന്മാരെ സംഭാവന ചെയ്ത മണ്ണു. പിന്നെ SFIയുടെ കോട്ട. പിന്നെ പഠിത്തത്തിൻ്റെ കൂടെ കുറച്ച് രാഷ്ട്രീയത്തിൻ്റെ കൂടെ കുറച്ച് പഠനവും. വൃത്തോ അലങ്കാരം തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെങ്കിലും ഷോ ഓഫ് കാണിക്കാൻ മഹേഷിനെ കഴിഞ്ഞിട്ടാണുള്ളൂ. ലിറ്ററേച്ചറേ ഞാൻ തീരുമാനിച്ചടാ, ഹിന്ദി TTC. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. നീയാ? അതാകുമ്പോൾ ഫീസ് കുറവല്ലേ. വീട്ടിലെ അവസ്ഥ കൊണ്ട് ഷോക്കാടാ. പക്ഷെ കൂട്ടുകാർ പോകുന്ന വഴി ഒരു ഓളത്തിന് പോകാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഏത് വഴി പോകണമെന്നറിയാതെ നിന്ന് എൻ്റെ വഴി തിരിച്ചു വിട്ടത് കുട്ടേട്ടനാണ്. കുട്ടേട്ടൻ വഴി മുട്ടിയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും ഒരു വഴികാട്ടി കാണും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ടൈലർ കുട്ടേട്ടൻ. എല്ലാവരും കോമഡി പീസുകളാണല്ലോടാ. ഗായി ഏക് പാൽത്തു ജാൻവർ ഹും അങ്ങനെ എഴുതിയവനാ. പിന്നെ ഹിന്ദി TTC പഠിക്കാൻ പോകുന്നു. എല്ലാവരും കോമഡിയാണ്. എനിക്ക് കോമഡി പീസ് ആവേണ്ട കുട്ടേട്ടാ. അപ്പൊ നീ എഞ്ചിനീയർ മോഹൊക്കെ ഉപയോഗിച്ചാ? JEE ഒരു തവണ എഴുതി പൊട്ടിയതല്ലേ. ആ, അത് പൊട്ടിക്കല്ല. അത് കൂടെ ആ, ഒരു തവണ ചോദിച്ചാൽ എനിക്കറിയാം. രണ്ടാമത് എഴുതാൻ പേടിയാ. അല്ലെങ്കിൽ നല്ല കോച്ചിങ് കാണും. എടാ, ജയിപ്പിക്കുന്ന ഉറപ്പുള്ളൊരു ടീമിനെ തട്ടെ. അതാരാ? സൈലം. സൈലം? നിന്നെപ്പോലെ പുതിയ കാലത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടി പുതിയ കാലത്തിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ലേണിംഗ് ആപ്പ്. അവർക്ക് കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം അവിടെയെല്ലാം ഹൈബ്രിഡ് ക്യാമ്പസുകളുണ്ട്. പിന്നെ മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയർ എൻട്രൻസ്, ഇതിനൊക്കെ കോച്ചിങ്ങുള്ള ആദ്യത്തെ മലയാള ആപ്പ് സൈലത്തിൻ്റെയാണ്. പക്ഷെ കുട്ടേട്ടാ, വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാലോ. നമ്മളെ കൊണ്ട് താങ്ങൂടാ. ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ഒരു ഫീ സ്ട്രക്ചറാണ് സൈലത്തിൻ്റെത്. പിന്നെ ഈ കുട്ടികളെ മാർക്ക് അനുസരിച്ച് ഈ ബാച്ചുകളായി തിരിച്ചില്ല, എന്താണ് ഡിസ്ക്രിമിനേഷൻ പരിപാടിയില്ലേ, അതൊന്നും ഇല്ലടാ അവിടെ. അവിടെ എല്ലാവരും ഒരേപോലെ. മാർക്കൊന്നും ഒരു വിഷയമല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ അവിടെ പോയി പഠിച്ചിട്ട് ഇപ്പം എവിടെയാണെന്നറിയോ? എവിടെ? IIT മദ്രാസിൽ. ഇത്ര വിവരമുള്ള കുട്ടേട്ടൻ എങ്ങനെ കുട്ടേട്ടാ 10ാം ക്ലാസ് പറ്റി? അന്ന് ഈ ആപ്പൊന്നും ഇല്ലല്ലോ. നീ എത്രയും പെട്ടെന്ന് സൈലത്തിൽ ചേരാൻ നോക്ക്. എൻ്റെ അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കെ കുട്ടേട്ടാ. കുട്ടേട്ടാ, കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ കിട്ടും. പേഴ്സിൽ വെക്കാനായിരിക്കും അല്ലേ? കോപ്പി തീർന്നോടാ, വൈകുന്നേരം തരാം. എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ പോകുന്നത് സൈലത്തിലേക്കാണ്.